എടാ ജാനു, ഓ ഞാനും എന്റെ കുടുംബവും ഈടെ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? ഈ ഫ്രഞ്ച് ബസ് ആരാ ഓടെ വിചാരം? താ ബൽഫി. മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതി പറയണ്ടേ ഏട്ടാ. ഹോ, നിങ്ങളും നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ഫ്രഞ്ചും. കാക്കി കുപ്പായോ വിട്ട് കണ്ട കണ്ടനെ അഴകോടനെ ഓട്ടോയിൽ കയറ്റി പോവുക. തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾക്ക് പറ്റിയ പണിയാണോ ഇത്? ഉളുപ്പില്ലാത്ത പെണ്ണ്, മോഴേ ഓ നാണക്കേട്. ഓ അതാ ഇപ്പൊ കാര്യം. ഓട്ടോ ഓടിക്കുന്ന അത്ര അന്തസ്സില്ലാത്ത പണിയൊന്നുമല്ല. നിങ്ങൾ ഫ്രാൻസ് ജീവിച്ച ആളാ, എന്നിട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? എങ്കിൽ ഓളോട് പോയി തീവണ്ടി കുടിക്കാൻ പറയും, ഇല്ലെങ്കിൽ വിമാനം പറപ്പിക്കട്ടെ. കണ്ണൂരും കോഴിക്കോടും ഒക്കെ പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കണില്ലേ? എന്തേ അവരൊക്കെ മോശക്കാരാ? നിങ്ങളുടെ ഫ്രാൻസിലെ പെണ്ണുങ്ങള് ബസ്സും ലോറി ഓടിക്കണില്ലേ? ഫ്രാൻസിലെ പെണ്ണുങ്ങളൊക്കെ തുള്ളിച്ചളാ. ഈ ഉപ്പ് ഓടെ കൂടെ കൂടി പ്രസംഗിക്കാൻ പഠിച്ചു. സേപ്പാ പൊസിബിൾ. സജീവനയുടെ ഓ ഓടുറങ്ങായിരിക്കും. എടാ സജീവ, സജീവ ഒന്നിങ്ങി എന്നിട്ട് വാ. നിന്റെ അമ്മാവൻ വന്നിനെ. ഇങ്ങ് വാടാ. ഈ ഇങ്ങനെ 24 മണിക്കൂർ കിട തുടങ്ങിയ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ എങ്ങനെ അറിയും? ഈ എന്തിനാ ഓക്ക് വണ്ടി കൊടുത്തത്? കൊടുത്തല്ല, ഓൾ എടുത്തോണ്ട് പോയതല്ല. ഇന്റെ സമ്മതമില്ലാതെ ഓൾ ഓട്ടോ എടുത്തോണ്ട് പോകുമോ? നാണോ മാനോ ഓട്ടോ നിനക്ക്? ആണുങ്ങളായ ഇച്ചിരി ചുട വേണം. എടാ നീ ഓട്ടോ ഓടിക്ക്, ഓടിച്ച് പൈസ ഉണ്ടാക്കി ഓൾക്ക് കാണിച്ചു കൊടുക്കും. അതിന് ഓട്ടോ വേണ്ടേ? നീ ഒരു ഓട്ടോ മേടിക്ക്. സൈക്കിള് മേടിക്കാൻ പോലും കാശില്ല. പിന്നെ ഞാൻ എന്നാ ഇച്ചിരി. നീ ഇടയ്ക്കാ പോണേ, അമ്മാവൻ പറയണ കേക്ക്. എടാ മണ്ട, എല്ലാരും ഓടിക്കട്ടെ സ്വന്തം ഓട്ടോ ആണോ? നീ ഒരു ഓട്ടോ കൂലിക്കെടുക്ക്. ഓ അല്ല സേത്തു. എനക്ക് നല്ല കട ഉണ്ടെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇനി കടം ചോദിക്കാൻ 50 ഉള്ളൂ. അവന്റെ നമ്പർ. ഓ ഒരു മോനെ, ഒന്നും അറിയാത്ത ചെറിയ കുട്ടി. ഈ മോനെ മടിയിലിരുത്തി കുറച്ച് പോലെ കൊടുക്ക്. വേണേ കൊടുക്കും. അവൻ എന്റെ മോനാ. ആണും പെണ്ണുമായിട്ട് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. തുടങ്ങി. പിന്നെ മോനെ പുന്നാരിക്കാൻ സേത്താ ഫോത്ത്. നീ ഓനെ ലാളിച്ച് ലാളിച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കി. ഇങ്ങളായി ഇങ്ങടെ പാടായി. ഞാൻ പോവുക. പോവല്ലേ ഏട്ടാ, നിങ്ങൾ തന്നെ അവനൊരു വഴി പറഞ്ഞു കൊടുക്ക്. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. എല്ലാത്തിനും എന്നെ കുറ്റം പറയുന്നു. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയത് എൻ്റെ കുറ്റ. ബ്ലൈഡ് കിട്ടാൻ വീട്ടിൽ വന്ന് വായി തോന്നിയത് പറഞ്ഞതും എനിക്ക് ഓട്ടം കിട്ടാത്തതൊക്കെ എൻ്റെ കുറ്റ. ഞാൻ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഓളെ മംഗലം കഴിച്ചത്. ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മംഗലം കഴിച്ചാലെങ്കിൽ ഈ നന്നാവുന്ന ഞാൻ തിരിച്ചത്. ഒരു പരിചയമില്ലാത്തതിൻ്റെ കൂടെ മോളെ മംഗലം കഴിച്ചു വിടുമ്പോൾ ആ കുമാരൻ വൈശ്യരുടെ മനസ്സിലെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഓള് ഉണ്ടു കൊടുത്തും സുഖമായിട്ട് കഴിയുന്നതാണ്. എന്നിട്ട് എന്താ ഓള് തുണി കൊടുക്കാതെ നടക്കുന്നത്? ആനക്കൊന്നും മനസ്സിലാവില്ല. ഇനി പോത്താ. ഓളല്ലേ എൻ്റെ ഓട്ടോ ഓടിച്ച് കടന്ന് ഇന്നെ അപമാനിക്കുന്നത്. എന്നിട്ട് ഓള് വമ്പത്തി, ഞാൻ പോത്ത്. ഈ ഒരു ഓട്ടോ ഓടിക്ക്. എൻ്റെ ഫ്രഞ്ചമ്മാവൻ പറഞ്ഞ പോലെ കൂലിക്കൊരു ഓട്ടോ എടുക്ക്. ബാക്കിയെങ്കിൽ എൻ്റെ ഉറക്കം തൂങ്ങിയാൽ ഏർപ്പാടാൻ നടക്കില്ല. പണിയെടുക്കണം, രാത്രിയൊന്നും പകലൊന്നും ഇല്ലാണ്ട്. ഞാൻ എന്തുവേണോ ചെയ്യാം. ഈ കൂലിക്കൊരു ഓട്ടോ ഏർപ്പാടാക്കിത്താ. കാശുണ്ടാക്കി ഓൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. അങ്ങനെ വാ, വാശി ഉണ്ടാവണം ജീവിതമായാലും. ഈ ഓട്ടോ വാടകയ്ക്ക് കൊടുക്കണ കുരിശോണിനെ അറിയോ? എനക്കൊരു കുരിശിനെ അറിയില്ല. നമ്മുടെ ബാലനറിയാം. ഓൻ വിചാരിച്ച് നടക്കും. ഈ ആ ബാലനെയും കൂട്ടി പോയി കുരിശോണിനെ ഒന്ന് കാണാം. ഇനി എങ്ങനെയായാലും ഓട്ടോ എനിക്ക് സെറ്റാക്കി തരണം. നീ ധൈര്യമായിട്ടിരിക്കടോ, ഞാൻ ശരിയാക്കി തരാം. ഓടി ഞാൻ പറയുന്ന അപ്പുറം ഇല്ലാന്ന്. അയ്യോ, വീട് അടച്ചെടുക്കാണല്ലോ. ഇനി കുരിശുണ്ടാവോ? ഇവാ നോക്കാം. കുരിശല്ല, ഇനി മുതലാളിന്ന് വിളിക്ക്. മൊലാളി, മൊലാളി, ബെല്ലടിക്ക്. ആ നമസ്കാരം മൊലാളി. എന്താ വന്ന്? ഞാൻ ഇവിടുത്തെ ഓട്ടോക്കാരൻ ബാലനാ. ഈ ബാലനോ കീലനോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്താ വന്നത് അത് പറ. ഇത് സജീവൻ, എൻ്റെ ചങ്ങായി. ഇവൻ്റെ കാര്യത്തിനാ വന്നേ. എന്ത് കാര്യം? ഇവനൊരു ഓട്ടോ വേണം. സജീവൻ മാഗി സ്റ്റാൻഡിലെ ഓട്ടോക്കാരനാ. ഇവന്റെ ഓട്ടോ ഈ പഴയ മുതലാളി വിറ്റു. അതിന് ഇപ്പൊ ഒരു മോലാളി ഇവനെ ഒന്ന് സഹായിക്കണം. വയറ്റിപ്പഴപ്പിന്റെ കാര്യമാണ്. തരാം. ഈ ഗ്യാരണ്ടി നിൽക്കോ? ഞാൻ 100% ഗ്യാരണ്ടി വെക്കാം. കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ദിവസ വാടക 400 റുപ്യ. ഓടിയാലും ഓടിയില്ലെങ്കിലും എനക്കത് കിട്ടിയിരിക്കണം. എനക്കത് കിട്ടിയിരിക്കണം. ആ വാടക ഇച്ചിരി കുറച്ചുകൂടെ, ഒരു 300. ഒരു കാശ് കുറയ്ക്കൂല.
ഓട്ടോ ഒന്ന് പച്ച പിടിച്ചാല് കൂട്ടിത്തരാം. ദിവസ വാടക 400 റുപ്യ. ഒരു ചില്ലി കാശ് കുറയ്ക്കൂല. സമ്മതല്ലെങ്കിൽ ഇറങ്ങി പൊക്കോ. അത് അല്ല, സമ്മതമാണ്. ആ എന്നാ 2 എണ്ണം ബാക്കിയുണ്ട്. മയ്യഴി മാതാവും വളവിൽ ഭഗവതിയും. ഏതാ വേണ്ടത്? ഏതാ ഓടണത്? 2 ഓടും. മയ്യഴി മാതാവ് മതി. എന്നാ നാളെ വന്ന് മയ്യഴി മാതാവിനെ കൊണ്ടുപോയിക്കോ. 2 ദിവസത്തെ അഡ്വാൻസ്. ആ മയ്യഴി മാതാവെ വാടക കൃത്യമായി കിട്ടണേ. സജീവം വന്നല്ലോ, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടിപൊളി, എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, സൂപ്പർ. ഞാൻ ആദ്യം കഴിക്കാം. നീ എല്ലാവർക്കും കൊടുത്തേക്ക്. എടുത്തോളൂ, മയ്യഴി മാതാവിന്റെ ചെലവാണ്. എടുത്തോ. എനിക്ക് 2 എണ്ണം. ദിവ്യമോളും മയ്യഴി മാതാവും ഇനി മാഹിയുടെ മത്സരിച്ചോടും. നല്ലതാ. ഞാൻ ആരോടും മത്സരിക്കാനില്ലപ്പാ. ഒരോട്ടം പോണല്ലോ. ചേട്ടാ ഇത് കേൾക്കും. ഓന്റെ കന്നി ഓട്ടോ കൈ നീട്ടൻ ചേട്ടന്റെ വക ആയിക്കോട്ടെ. ഏട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഓന്റെ ഒരു കന്നിയോട്ടും ഇല്ല. ചേട്ടാ ഏട്ടാ നിങ്ങൾ വാ. എന്തരാ ഇവിടെ ചില നിയമങ്ങളുണ്ട്. മുന്നിൽ നിൽക്കുന്ന ഓട്ടോ ആദ്യം പോണ്ട്. നിങ്ങൾ കേറിക്കോ. കേറിക്കോ. എനിക്കിപ്പോ മുമ്പിലായാലും ബാക്കിലായാലും ഏതിലായാലും പോയാൽ കന്നി ഓട്ടല്ലേ ചേട്ടാ, പാവം വാ ചേട്ടാ. കേറിക്കോട്ടാ, നിങ്ങൾ കേറിക്കോ. ഇങ്ങനെ വാശി പിടിക്കാതെ അധികേ ഓനും ഓടട്ടെ. ഓ കന്നി ഓട്ടോ അങ്ങനെ പോയി പോയാട്ടെ, നേരെ നോക്കി തന്നെ പോയാ. ഓട്ട സജീവ, നീ വണ്ടി കയറ്റി ലൈനിലിട്. ചിലരെയൊക്കെ വിചാരം ഞാൻ തോറ്റു തൊപ്പിയിട്ടു എന്നാ. അങ്ങനെ തോക്കുന്നവനല്ലമ്മേ ഈ സജീവൻ. ദിവ്യമോള് നാട് മുഴുവൻ വിലസി നടക്കുന്നുണ്ട്. ചിലർക്കൊക്കെ അസൂയാമ്മ. ഇനി മയ്യഴി മാതാവുമായിട്ട് വിലസാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കാണാൻ ചിലരുടെയൊക്കെ അസൂയ. വിലസി നടക്കുമെന്നറിയില്ല. ഇനി മയ്യഴി മാതാവിന്റെ മടിയിലായിരിക്കും റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. മയ്യഴി മാതാവിന്റെ മടിയിലാണോ മാതാവിനെ കെട്ടിപ്പിടിച്ചാണോ കിടക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് മറ്റുള്ളവർക്ക് എന്താ ചെയ്തോ അമ്മേ? അമ്മ, പുരുഷ ജോണിക്ക് ദിവസം 400 റുപ്യ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അയാൾ ഗുണ്ടകൾ അയച്ച് മാതാവിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. നമുക്കത് ഉടനെ കാണാം. ഈശ്വരാ, എനിക്കൊന്നും തെറ്റിയുന്നില്ല. ആ പിന്നെ ഒരു കാര്യമ്മ, കുരിശ് ജോണിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി കെഞ്ചിക്കൊണ്ട് എൻ്റെ അടുത്താരും വരണ്ട. ഞാനൊരു ചില്ലി കാശ് കൊടുക്കൂല. ഇതാമ്മ. അമ്മ ഒന്ന് വഴിന്ന് മാറാവോ? ആ എപ്പോ വാമ്മ. നീ എന്താ ഇത്ര വൈകിയേ? മണി 10 കഴിഞ്ഞ്. ഞാൻ ഓട്ടം നിർത്തി വീട്ടിലേക്ക് വരുമ്പോ തലശ്ശേരിയിലേക്ക് ഒരു ഓട്ടം കിട്ടി. അത് കഴിഞ്ഞ് വന്നപ്പോ മേനപ്പുറത്തേക്ക്. രാത്രി ലേറ്റ് ആയിട്ടോടെ ഇരട്ടി പൈസ കിട്ടുമ്മ. ഇനി ഒന്ന് ചാർജ് ഊത്തി. നീ ഇരിക്കേ, ഞാൻ ചോറെടുക്കാം. എനക്ക് വിശപ്പില്ല. തലശ്ശേരിന്ന് നല്ല പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ടുണ്ടാവും. കൈമ ഇപ്പം നല്ല പൈസയല്ലേ. അമ്മേ, അമ്മേ, ദേ 1500 ഉറുപ്പ്യുണ്ട്. ആ ബ്ലൈഡ് കിട്ടുന്ന കൊടുത്തേക്ക്. അതിന്റെ പലിശ അത് മുഴുവനും ഓള് കൊടുത്തല്ല. നീ ആ ബാങ്കിലെ പൈസ അടച്ചു തീർക്കാൻ നോക്ക്. ആ പലിശ ഓള് കൊടുത്തിട്ടുണ്ട്. അമ്മേ, അടുത്ത മാസം നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങണം. ഇപ്പൊ കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി ഇൻസ്റ്റാൾമെന്റിൽ കൊടുത്താൽ മതി. ഫ്രിഡ്ജൊക്കെ പിന്നെ വാങ്ങാം മോളെ. മോള് കാശുണ്ടാക്കി സ്വന്തമായിട്ടൊരു ഓട്ടോ വാങ്ങാൻ നോക്ക്. എനക്കെന്തിനാ വേറെ ഓട്ടോ? എനക്ക് എന്റെ ദിവ്യമോളില്ലേ? അത് ഓൻ്റെ അല്ലേ. ഓനിപ്പോ കൂലിക്കല്ലേ കൂടണേ. ദിവ്യമോള് ഞാൻ ആർക്കും കൊടുക്കൂല. ആവശ്യമുള്ളൊരു വേറെ ഓട്ടോ വാങ്ങട്ടെ. അമ്മ ഇച്ചിരി ചൂടുള്ള വേണ്ട. ഹലോ ടീച്ചർ. ആ നാളെ രാവിലെയോ? ആ ഞാൻ വരാം. ശരി ടീച്ചർ.
ഇങ്ങോട്ട്. മമ്മി വരാനല്ലേ പറഞ്ഞെ? മമ്മി മമ്മി എനിക്ക് പപ്പയുടെ അടുത്ത് വേണ്ട, പോണം. ഒരു പപ്പയും വിടല്ലേ? കാണണ്ട. വാ Please. ഇങ്ങോട്ട്. എനിക്ക് പോണം. വേണ്ട എനിക്ക് പോണം. വേണ്ടെന്നല്ലേ പറഞ്ഞത്. വാ ഇങ്ങോട്ട്. ഓട്ടോ ആന്റി, ഞാൻ എന്റെ പപ്പയെ കണ്ടു. മമ്മി മിണ്ടാൻ സമ്മതിച്ചില്ല. കണ്ടോ? ഏടാ ആടെ പള്ളിയിലുണ്ട്. പപ്പ മോളോടൊന്നും മിണ്ടിയില്ലേ? എൽസി കേറ്. മമ്മി ഈ വണ്ടി എടുക്ക. തിരക്കില്ലെങ്കിൽ വാ കേറിട്ട് പോ. എനിക്ക് എന്ത് തിരക്കാ ടീച്ചറെ? മോള് പോയി ഡ്രസ്സ് മാറിട്ടോ വാ. ചെല്ല്. ഇരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ട ടീച്ചർ, ചായ ഒന്നും വേണ്ട. കെറ്റിലുണ്ട്, ഞാൻ എടുക്കാം. മോക്ക് നല്ല വിഷമായി. കുറേ നാളിന് ശേഷം ഓള് പപ്പയെ കാണുന്നത്. മോളെ പപ്പേൻ്റെ അടുത്തേക്ക് വിടായിരുന്നു. അങ്ങനെ ഒരു സെന്റിമെന്റ്സിന്റെ ആവശ്യമില്ല. എല്ലാം അവസാനിക്കാറായില്ലേ? ഒന്നുകൂടെ ആലോചിച്ചൂടെ എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുന്നേ? ഇനി എന്താ ആലോചിക്കാൻ? 2 മാസം കൂടി കഴിഞ്ഞാൽ ഡിവോഴ്സ് അനുവദിച്ചു കിട്ടും. അകലാൻ എളുപ്പാ ടീച്ചർ. നീ എന്തിനാ കട്ടിൽ കിടക്കുന്നത്? എനിക്ക് ഉറക്കം വന്നിട്ട്. ഇന്നലെ വരെ നീ താഴെയല്ല കിടന്നത്. ഇനി താഴെ കിടന്നാൽ മതി. എണീക്ക്. നിങ്ങൾ ഇവിടെ വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നു. നിന്റെ അടുത്ത് ഞാൻ കിടക്കൂല. എന്നാ വേണ്ട. എണീറ്റേ, എണീക്ക്. നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. നിങ്ങൾ ആരെ മുന്നിലും തോക്കരുതെന്നേ എനിക്കുള്ളൂ. ടീച്ചർ, ടീച്ചർ. ഹായ് ആന്റി. ആഹാ, ഇത് എന്താ പുതിയ കുപ്പായിലിട്ട് സുന്ദരിയായിട്ട്? ഇന്ന് യൂണിഫോം ഇല്ലേ? ഈ ആന്റിക്ക് ഒന്നും അറിയില്ല. ഇന്നെന്റെ ബർത്ത്ഡേ ആ. അമ്പോ. ബർത്ത്ഡേക്ക് ആരെങ്കിലും യൂണിഫോം ഇടോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പോവാം. ആ പോട്ടെ ടീച്ചർ. വാ, എല്ലാവർക്കും ചോക്ലേറ്റ്സ് കൊടുക്കണേ. ഓട്ടോ ആൻറ്റിക്ക് ആദ്യം കൊടുക്കാം. ബൈ മമ്മി. ബൈ. പോട്ടെ ടീച്ചർ. ടാറ്റാ. ടാറ്റാ. പോവാം. ബൈ. ബൈ. ഒന്ന് സ്പീഡിൽ പോ ആന്റി. ഈ ചോക്ലേറ്റ് എന്റെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കാനുള്ളതാ.
ആദ്യത്തെ ചോക്ലേറ്റ് ആൻറ്റിക്ക്. പുറമെ വലിയ ഇഞ്ചുറി ഒന്നും കാണാനില്ല. CT സ്കാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ MRI കൂടി എടുക്കണം. തലയ്ക്കകത്ത് വല്ല പൊട്ടലോ ഇഞ്ചുറി ഉണ്ടോ എന്ന് അറിയണം. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോളാം. മോനെ എന്ത് മോനെ ആ അന്നേ ഞാൻ പറഞ്ഞതാ ഓട്ടോ ഓടിക്കുന്ന പണി പെമ്പിള്ളേർക്ക് പറ്റിയതിനകത്ത് ആരും കേട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ, അനുഭവിച്ചോ. നിങ്ങളിങ്ങനെ മോളെ കണ്ടോ? ഏടെയാ ഓള് കിടക്കണത്? ഞാനത് പോയി നോക്കട്ടെ. നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോണ്ട, കാണാരെ സമ്മതിക്കൂല. ആരാ എന്നെ തടയാൻ? ഇതിലും വലിയ ICU ഫ്രാൻസിലുണ്ട്, അവിടെ ആരും എന്നെ തടഞ്ഞിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ അടയ്ക്ക് പോണ്ടെന്നല്ലേ പറഞ്ഞു? ആ വാ. മോനെ നീ ആ കുഞ്ഞിനെ ഒന്ന് പോയി കാണുന്നില്ലേ? ഈ കുട്ടിയെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? എത്തിച്ചിനേനും പക്ഷേ അപ്പോഴത്തേക്ക് കുട്ടി സ്പോട്ടിൽ തന്നെ പോയി. ഇതിപ്പോൾ ബോഡി എപ്പോഴാണ് എടുക്കുക? വല്ലതും ആ നിൽക്കുന്ന ടീച്ചറുടെ ആങ്ങളെയാ, ഓനറിയാം. ഓ, ഓരോട് ചോദിക്ക്. എന്താ പേരാളുടെ? പേരെന്താ പുള്ളിയുടെ? നിവിൻ. നിവിൻ. പള്ളിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ? അതൊക്കെ മൂപ്പർക്കറിയാം. എപ്പോഴാണ് അടക്കമൊക്കെ? മോള് പപ്പ വരാണ്ട് ബാംഗ്ലൂരിൽ പുറപ്പെട്ടിട്ടുണ്ട്. ഓ, ഓക്കെ. എന്താ എന്താ അയാളൊന്നും ശരിയല്ല. ദേവൻ ഇപ്പൊ അകത്തോട്ട് കയറാൻ നിൽക്കണ്ട, പൊക്കോ. എന്നെ അറിയാം, കുഞ്ഞിനെ ഒന്ന് എല്ലാം അറിയാം, അതാ പൊക്കോളാൻ പറഞ്ഞ. നീ പോകാൻ നോക്ക്.
എന്ത്? രാധികയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ആള് സ്റ്റേബിളാണ്. രാവിലെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയാം. ശരി. മോളെ മോളെ എന്താ മോളെ മോളെ സിസ്റ്റർ സിസ്റ്റർ മോളെ 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 എന്തു പറ്റി എനിക്ക്? മോളെ എന്താ മോളെ എന്തെല്ലോ പറയുന്നു, ഒന്നും തിരിയുന്നില്ല. രാധിക, എനിക്ക് പേടി വന്നു. രാധിക, നിനക്ക് എന്ത് പറ്റി? ഷോക്കിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വിഭ്രാന്തി ഇത്. ആക്സിഡന്റ് കേസസിൽ സാധാരണ ഇത് സംഭവിക്കാറുള്ളതാ. ക്രമേണ അതങ്ങ് മാറിക്കോളും. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ കിടക്കണം. പിന്നെ ഒരു കാര്യം, ആ കുട്ടിയുടെ ഡെത്ത് തൽക്കാലം അറിയിക്കട്ടെ. സമയമാകുമ്പോൾ നമുക്കെന്നെ പറയാം. അമ്മേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോന്നേ. മോനെ, ആടേന് ബാക്കി എത്ര കൊടുക്കേണ്ടി വരും? എന്നറിയാം. ഓക്ക് വേണ്ടി ഒരു വെള്ളാട്ടം നേർന്നിട്ടുണ്ട് ഞാൻ. ഭഗവതി കാത്തു. ഇറങ്ങണേ. സജീവ, നമ്മ എപ്പാ വീട്ടിൽ പോന്നെ? ഉടനെ പോവാം. എൽസിമോളെ സജീവനാന്നോ സ്കൂളിൽ കൊണ്ടാക്കുന്നത്? ഇവിടുന്ന് ഇറങ്ങിയ എനിക്ക് എൽസിമോളെ പോയി കാണണം. എന്തായി? നാളെ ഡിസ്ചാർജ് ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞത്. പരിമളം ഭഗവതി കാത്തു. ബില്ല് കുറെ ആയിക്കാണും. 10-15 ദിവസമായില്ലേ. സജീവൻ്റെ കാശുണ്ടോന്ന് ആർക്കറിയാം. ഓനെ ഇടയ്ക്ക് കുറെ പൈസ അടച്ചിനെ. നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ ബാങ്കിലുള്ള മുഴുവനും എടുത്തു. ഇതാ, ഇത് അലമാരെ കൊണ്ടുവയ്ക്ക്. നാളെ പോകുമ്പോൾ കൊടുക്കാം. എവറിത്തിങ് ഇസ് ഓക്കെ. കുട്ടിയുടെ മരണം രാധിക അറിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ബട്ട് നോട്ട് എറ്റ് ഓവർ. ഇനി ഒരു ഷോക്ക് ഉണ്ടാവാതെ നോക്കണം. ഓക്കെ, വാ. എങ്ങനെ അറിയോ? ഓക്കെ, എൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞു. ഇനി സ്വയം വേണം ചികിത്സിക്കാൻ. കേട്ടോ? ഓൾ ദ ബെസ്റ്റ്. ശരി ശരി.